പിനിയൻ കിടന്ന് ഷെയ്ക്കാവുന്ന നോക്കിയേ ഞാൻ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു റബ്ബറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും പിനിയൻ കിടന്ന് ഇളകുന്നത് കാണാൻ പറ്റും. ഹേ ഗൈസ്, ഞാൻ റാസി. നിങ്ങളിപ്പോൾ കാണുന്ന i20 ആണ്. ഓക്കെ, ഇതൊരു ഏകദേശം 2015-16 ഒക്കെ റേഞ്ചിൽ വരുന്ന മോഡലാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയ 2 ടയർ വെട്ടി തീർന്നു പോയി ഫ്രണ്ടിലുള്ള. അപ്പോൾ തന്നെ വലിയൊരു നഷ്ടം അവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് ഇൻസ്പെക്ട് ചെയ്യണം. അടുത്ത ടയർ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം എന്താ ഇതിൻ്റെ റീസൺ എന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ ഒരു സബ് ഫ്രെയിം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ടാണ്. നമുക്ക് കാറിൻ്റെ അകത്ത് ഇരിക്കാനേ പറ്റില്ല, കാരണം ഭയങ്കര രീതിയിലുള്ള ശബ്ദമാണ് ഇതിന് വരുന്നത്. ഹുണ്ടായി കാറുകൾ പൊതുവേ നല്ല സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള കാറുകളിൽ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും നമുക്ക് ഓടിക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബോൾ ജോയിൻ്റ് ഒക്കെ ഫുള്ളി വീക്കാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എല്ലാം വീക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്പെക്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അതുപോലെ തന്നെ കോസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹുണ്ടായി കാറുകൾക്ക് അത്യാവശ്യം കോസ്റ്റ് വരും. പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുക ജെനുവിൻ പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ആഫ്റ്റർ മാർക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ലൈഫ് അതിന് കിട്ടില്ല. ഈ ഒരു പിനിയൻ തന്നെ കാണാൻ പറ്റും നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് മിക്കവാറും നമ്മൾ റീപ്ലേസ് ചെയ്യാനായിരിക്കും ചാൻസ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റാക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. സ്റ്റിയറിംഗ് റാക്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കണം. നമുക്ക് ഇതൊന്ന് ഫുള്ളി സ്പ്രേ ചെയ്യാം. കാരണം ഇപ്പോൾ ഞാൻ നോക്കുന്നത് നമ്മുടെ ലിങ്ക് റോഡ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ലിങ്ക് റോഡ് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി അഴിക്കേണ്ട എല്ലാ ഭാഗങ്ങളിലും നമ്മൾ സ്പ്രേ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ WD-40 ആണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ലോവർ ആമിൻ്റെ ബുഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ക്രാക്ക് ഉണ്ട് ബുഷിന്. അപ്പോൾ ഈ ഒരു ബുഷ് റീപ്ലേസ് ചെയ്യണം. അതുപോലെ ബോൾ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യണം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ലോവർ ആം റീപ്ലേസ് ചെയ്യുന്നതാണ്. കാരണം പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട. ആ ബോക്സിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് നല്ല സൗണ്ടാണ് ഫുൾ ടൈം. ഈ ഒരു ബുഷിൻ്റെ പ്ലേ ഒക്കെ നോക്കി. അതുപോലെ തന്നെ ഈ റാക്കിൽ കാണാൻ പറ്റും ഫുൾ സ്ക്രാച്ചാണ്. അപ്പോൾ നമ്മൾ ഇത് അത്ര ഒരു നല്ലൊരു കാര്യമല്ല ഇത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത്. കാരണം എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യം പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബാലൻസ് റോഡാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഈ ബാലൻസ് റോഡിൻ്റെ അകത്ത് ബുഷ് വരുന്നുണ്ട്. ഈ ബുഷ് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യും. കാരണം ഇത് പിന്നീട് റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. സബ് ഫ്രെയിം കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്ത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ മാറ്റാം. കാരണം ഈ ബുഷിനൊന്നും വലിയ റേറ്റ് വരുന്നില്ല. നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് നമുക്ക് അഴിച്ചെടുക്കാം. ബോക്സ് അഴിച്ചെടുത്ത ശേഷം നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റഡ് എല്ലാം വരുന്നത് സബ് ഫ്രെയിമിൽ തന്നെയാണ്. അപ്പം മാക്സിമം ഇതിന് ഡാമേജ് കാര്യങ്ങളൊന്നും വരരുത്. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ടൈം വേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ ഞാൻ ഈ ബോക്സ് എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. ഈ ബോക്സ് എന്ന് പറയുമ്പോൾ എൻഡ് ടു എൻഡ് ആണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. അതായത് A to Z പാർട്ടാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. ഓക്കെ, ഏകദേശം എൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിന്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ബോക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തായാലും റിപ്പയർ ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല കോസ്റ്റ് വരും ഇതിനൊക്കെ. കാരണം എല്ലാ പാർട്ടുകളും മാറണം. പിന്നെ അത് എടുക്കുന്ന ലേബർ ടൈം ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മാറ്റുന്നതായിരിക്കും ബെറ്റർ. ഓൾറെഡി ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കാറാണ്. അപ്പോൾ വീണ്ടും അത് റിപ്പയർ ചെയ്തിട്ടുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം ടയറും നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. വീണ്ടും പോയി കഴിഞ്ഞാൽ വീണ്ടും ടയർ മാറണം, വീണ്ടും അലൈൻമെൻറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നോക്കുമ്പോൾ റിസ്ക് ആണ്. ലോവർ ആമും കൂടെ നമ്മൾ ലൂസ് ചെയ്യുന്നുണ്ട്. ലോവർ ആമും കാര്യങ്ങളെല്ലാം നമുക്ക് ലൂസ് ചെയ്യാം. 2 സൈഡ് നമ്മൾ മാറുന്നുണ്ട് ലോവർ ആം. കാരണം ഈ ഒരു ഒറ്റ വർക്കോട് കൂടി തന്നെ കംപ്ലീറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യണം. ഇത് സ്റ്റിയറിംഗ് ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജെനുവിൻ ഹുണ്ടായുടെ ബോക്സ് ആട്ടോ. ഹുണ്ടായുടെ ജെനുവിൻ സ്റ്റിയറിംഗ് ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഏകദേശം ഒരു 10,000 സംതിങ് രൂപ ഇതിന് വില വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോവർ ആം കാര്യങ്ങളെല്ലാം നമ്മൾ ജെനുവിൻ ആണ് മേടിച്ചിട്ടുള്ളത്. ഫുൾ ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എടുക്കുക, നേരെ ഫിക്സ് ചെയ്യുക. ഈ ഒരു ലോവർ ആം കാണാൻ പറ്റും. എല്ലാം ഹുണ്ടായുടെ തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലോവർ ആമിൻ്റെ നമ്മുടെ സബ് ഫ്രെയിമിൻ്റെ അവിടെ താഴെ വരുന്ന ബുഷുകൾ കാര്യങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്. നമ്മുടെ ബാലൻസ് റോഡ് ബുഷുകളാണ്. ഓയിൽ ഫിൽറ്ററൊക്കെ നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഒരു ബോക്സും പുതിയ ബോക്സും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അതായത് ജെനുവിൻ ആണ്. അതായത് സെയിം ടു സെയിം
അത് ഫിക്സ് ചെയ്യേണ്ട ക്ലാമ്പ് വരെ പുതിയതിൻ്റെ കൂടെ അവർ കൊടുക്കുന്നുണ്ട്. ഒരു റിസ്ക്കും ഇല്ല. സെയിം ബ്രാൻഡ്, അതായത് ഏത് കമ്പനിയാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സെയിം ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു കട്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് മേടിച്ച് ഓൾറെഡി അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിലേക്ക് ഫിക്സ് ചെയ്യണം. കാറിലേക്ക് ഫിക്സ് ചെയ്ത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവണം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് അലൈൻമെൻറ്റിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഫിക്സിംഗ് ഒക്കെ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് സ്പീഡ് ചെയ്ത് തീർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് പോകണം. ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ലോവർ ആമിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിൻ്റെ ഒക്കെ ലോക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ വളരെ മോശമാണ്. എഞ്ചിൻ ഓയിൽ നമുക്ക് മാറണം. എഞ്ചിൻ ഓയിൽ നമ്മൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും മാറുന്നത്. എഞ്ചിൻ ഓയിൽ മാറുന്ന വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഉണ്ട്. ഫിൽറ്ററൊക്കെ നമ്മൾ ജെനുവിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നോക്കാം. ഇപ്പോൾ കുറച്ച് രീതിയിൽ ഓയിലിൻ്റെ അളവൊക്കെ കുറവുണ്ട്. ഏകദേശം 5.3 ആണ് ഇതിൻ്റെ കമ്പനി കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ബാക്കി കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ വീലിൻ്റെ ടൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പം ഫുൾ വീലുകളും ടൈറ്റാണ്. മൊത്തത്തിൽ നമ്മൾ ടോട്ടലി ചെക്ക് ചെയ്തു. എല്ലാ ബോൾട്ടുകളും നമ്മൾ 2-3 തവണ ഫുള്ളി റീചെക്ക് ചെയ്തതാണ്. കാരണം സബ് ഫ്രെയിം അഴിക്കുന്ന സമയത്ത് ഫുള്ളി നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മീഡിയ വണ്ണിൻ്റെ മുന്നിലാണ്. കോഴിക്കോട് മീഡിയ വണ്ണാണ് നിങ്ങൾ കാണുന്നത്. മീഡിയ വണ്ണിൻ്റെ ഓപ്പോസിറ്റുള്ള അലൈൻമെൻറ്റ് ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ അലൈൻമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അലൈൻമെൻറ്റിൻ്റെ ടെക്നീഷ്യൻ വരണം. ടെക്നീഷ്യൻ വന്ന ശേഷം അദ്ദേഹം കൂടെ നമ്മുടെ കാർ ഒന്ന് ഓടിച്ച് നോക്കുന്നതായിരിക്കും. എന്നിട്ട് സൗണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ ഈ അലൈൻമെൻറ്റ് ചെയ്യുക. കാരണം അവർക്ക് എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി നമുക്ക് തരും വണ്ടി, വീണ്ടും കൊണ്ടുപോയി ചെയ്ത് കൊണ്ടുവരാൻ പറയും. കാരണം നമ്മൾ ചെക്ക് ചെയ്താലും അവർ ഈ കാര്യം നോക്കും. കാരണം അത് കസ്റ്റമറിൻ്റെ ഒരു നല്ല റിവ്യൂ കൂടി വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന മ്യൂസിക് ഒക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ അലൈൻമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഇത് ഇവർ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അലൈൻമെൻറ്റിന്. അപ്പോൾ നമ്മുടെ ബ്രോ വരാറായി. ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം ഇത് ചെയ്ത് വർക്ക്ഷോപ്പിലോട്ട് പോകാൻ. ഓക്കെ, ആൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹം നല്ലൊരു ടെക്നീഷ്യനാണ്. കാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സർവീസ് തരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളിനി കാർ ഓടിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് മോശമുള്ള ഒരു റോഡിലൂടെയാണ് നമ്മൾ ഓടിക്കുന്ന കാറ്. കാരണം അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അതുപോലെ ടേൺ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നെല്ലാം നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും കുറച്ച് മോശമുള്ള റോഡാണ് കേട്ടോ. പക്ഷേ ഒരുപാട് സ്പീഡിൽ അടിച്ചു വിട്ട് നമ്മൾ പോകാൻ പറ്റില്ല. കാരണം പുതിയ പാർട്സ് ആണെങ്കിലും നമുക്കത് ഡാമേജ് ചെയ്യാതെ വേണം നമുക്കിത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു അലൈൻമെൻറ്റ് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാറ് കയറ്റി അലൈൻമെൻറ്റിനോട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം നോക്കാം. നമുക്ക് സിസ്റ്റത്തിൽ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ ഏത് കിലോമീറ്ററിലാണ് ചെയ്തത്, ഇനി അടുത്തത് എപ്പോഴും വരണം. നമ്മുടെ ക്ലയൻറ്റുമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ ചാൻസുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ ഒരു സസ്പെൻഷൻ വർക്ക്. കാരണം നമ്മളിത് ടോട്ടലി കറക്റ്റ് ഇൻസ്പെക്ട് ചെയ്തില്ലെങ്കിൽ കുറച്ച് സമയം ഓടിക്കഴിയുമ്പം വീണ്ടും ടയറിന് കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങും. അതായത് നമ്മൾ ആ ഒരു ഫുൾ ബോൾ ജോയിൻസും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാതെയാണ്, അതായത് A to Z പാർട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യാതെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വിടുന്നതെങ്കിൽ അവർ മേടിച്ചിടുന്ന പുതിയ ടയർ വീണ്ടും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫുള്ളായിട്ടുള്ള സസ്പെൻഷൻ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അതായത് കറക്റ്റായിട്ടുള്ള പ്രോസസ്സിലാണ് A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. എല്ലാം വീണ്ടും റീചെക്ക് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റ് വീണ്ടും റിപ്പീറ്റ് ആവരുത്. കാരണം ഒരു തവണ ഗ്യാരേജിൽ ഒരു കാർ വർക്കിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് അപ്പോൾ തീർന്നിരിക്കണം. കാരണം ആ ഒരു സെയിം പ്രോബ്ലം വീണ്ടും വരുമ്പോൾ അവർക്കും നമുക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ താഴെ വരുന്ന ടോ ഇൻ ടോ ഔട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു വർക്ക് ഫുള്ള് കഴിയുമ്പോഴേക്കും നമ്മുടെ കാർ ഫുള്ളി പെർഫെക്റ്റ് ആവും. നോയ്സ് ഓൾറെഡി ഇപ്പോൾ സ്റ്റോപ്പാണ്, സൗണ്ട് ഓൾറെഡി ഇല്ല കേട്ടോ. പക്ഷേ അത് കരുതിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ഒരിക്കലും ലേറ്റ് ആവരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സസ്പെൻഷൻ വർക്ക് ചെയ്തവരാണെങ്കിലും ഈ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും തന്നെ നിങ്ങൾ ലേറ്റ് ആവരുത്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.